بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله رب العالمين اللهم صل وسلم وبارك على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم بعدد كل معلوم لك صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله ما بعد. ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, പ്രിയമുള്ളവരെ, നമ്മൾ ഉള്ളത് വിശുദ്ധ മൗലിദുൽ ഹുസ്നൈനിയുടെ 9ാമത്തെ ഹിസ്ബിലാണ്. അതിൻ്റെ തുടക്ക ഭാഗമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ട വർഷം അത് ആനക്കലഹ സംഭവം നടക്കുന്നതിന് മുമ്പ്, ആ വർഷമാണ്, ആ സംഭവം നടക്കുന്നതിൻ്റെ അല്പം മുമ്പാണ് നബി തങ്ങൾ പ്രസവിക്കപ്പെട്ടത് എന്നാണ് നാം പറഞ്ഞത്. അതാണ് പലരും പ്രബലമാക്കിയിട്ടുള്ളത്. മറ്റ് ചില അഭിപ്രായങ്ങളും കൂടെ ഇവിടെയുണ്ട്. അതാണ് ഇനി പറയുന്നത്. ഔ ബഅദ ഖുദൂമിഹിം ഫസദ്ദുഹും തൗതിഅത്തുൻ ലിതുലൂഇഹി ബിബക്കത്തിൽ അമാൻ. ആദ്യം പറഞ്ഞതനുസരിച്ച് നബി തങ്ങൾ പ്രസവിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് പ്രസവിക്കപ്പെട്ടത് കൊണ്ട് നബി തങ്ങളെ ബറക്കത്ത് കൊണ്ട് കഅബയെ സംരക്ഷിക്കപ്പെട്ടു, ശത്രുക്കളെ തടയപ്പെട്ടു, അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല, നബി തങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായതുകൊണ്ട് എന്നാണ് ആദ്യത്തെ അഭിപ്രായം പറഞ്ഞത്. രണ്ടാമത്തെ അഭിപ്രായം ഔ ബഅദ ഖുദൂമിഹിം, നബി തങ്ങൾ പ്രസവിക്കപ്പെടുന്നത് ആനക്കലഹ സംഭവം ഉണ്ടായതിന് ശേഷമാണ്. ആനപ്പട, ആ സൈന്യം, അബ്രഹത്തിന്റെ സൈന്യം മക്കയിലേക്ക് വന്നതിന്റെ ശേഷം, ആ സംഭവം ഉണ്ടായതിന് ശേഷമാണ് പ്രസവിക്കപ്പെട്ടത്. അവ പ്രസവിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ആനക്കലഹ സംഭവം നടന്നിട്ടുണ്ട് എന്നാണ് ഈ അഭിപ്രായം, രണ്ടാമത്തെ അഭിപ്രായം. അപ്പോൾ പിന്നെ നബിത്തങ്ങൾ പ്രസവിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവരെ തടയപ്പെട്ടു. അതിനുള്ള കാരണമെന്ത്? ഫസദ്ദുഹും, അവരെ തടയാൻ കാരണം, ആ തടയൽ തൗതിഅത്തുൻ ലിതുലൂഇഹി, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ തിങ്കൾ, ആ പൂർണ്ണചന്ദ്രൻ, അല്ലെങ്കിൽ ആ സൂര്യൻ ഉദിക്കുന്നതിനിക്ക് ഉള്ള ഒരു മുന്നോടിയായി സംഭവിച്ചതാണ് അവരെ തടഞ്ഞത്. നബിത്തങ്ങൾ ലോക പ്രഭുവായ പ്രവാചകരായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെടാറായിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മഹത്വം കൊണ്ട്, അതിനെ പരിഗണിച്ചുകൊണ്ടാണ് അതിന്റെ മുന്നോടിയായി ഇവർ തടയപ്പെട്ടത്. ബിബക്കത്തിൽ അമാൻ, നിർഭയതയുടെ നാടായ മക്ക, ആ മക്കയിൽ നബിത്തങ്ങൾ വരാൻ, പ്രസവിക്കപ്പെടാൻ സമയമായിട്ടുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയായി, അതിന്റെ മുന്നോടിയായി ഈ സൈന്യത്തെ തടയപ്പെട്ടു എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം. ഈ രണ്ടഭിപ്രായങ്ങളാണ് ഇവ്വിഷേകമായി പറയപ്പെട്ട അഭിപ്രായങ്ങളിൽ പ്രബലമായ രണ്ടഭിപ്രായം. ആ രണ്ടഭിപ്രായങ്ങളിൽ ഏറ്റവും പ്രബലമായതാണ് ആദ്യം പറഞ്ഞ അഭിപ്രായം.
ഇനി ഇവിടെ മറ്റു രണ്ട് അഭിപ്രായങ്ങൾ കൂടെയുണ്ട്. പക്ഷെ അവ ബലഹീനമായ അഭിപ്രായമാണ്. ഔ ഖബ്ല ആമിൽ ഫീൽ, അല്ലെങ്കിൽ ആനക്കല സംഭവം സംഭവിച്ച ആ വർഷത്തിന്റെ എത്രയോ മുമ്പാണ്. ആനക്കലഹ സംഭവം നടന്ന വർഷത്തിന്റെ എത്രയോ മുമ്പാണ്. ഔ ബഅദഹു, ഇത് മൂന്നാമത്തെ അഭിപ്രായം. ഔ ബഅദഹു, നാലാമത്തെ അഭിപ്രായം, ആനക്കലഹ സംഭവം നടന്ന ആ വർഷത്തിന്റെ എത്രയോ ശേഷമാണ്. ഇങ്ങനെ ഒരു അഭിപ്രായവും ഉണ്ട്. ബിസിനീന, എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്, എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. ഇങ്ങനെ ഖീലാനി മുത്തനാഖിലാനി, പരസ്പരം വിരുദ്ധമായ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ട്. പരസ്പരം വൈരുദ്ധ്യമുള്ള രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ട്. എത്രയോ മുമ്പാണ്, ആ വർഷത്തിന് എത്രയോ മുമ്പ്, ആ വർഷത്തിന് എത്രയോ ശേഷം. പക്ഷേ ഈ രണ്ട് അഭിപ്രായങ്ങളും ബലഹീനമാണ്. വിശുദ്ധ ഖുർആനിൽ അത് സംബന്ധമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. വഖദ് സഅലഹുല്ലാഹു തആല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല ചോദിച്ചു. സുആൽ ഇസ്തിഅലാം, മഹത്വപ്പെടുത്തുന്ന ചോദ്യം. വംതിനാൻ, അല്ലാഹു തആല മുത്തുനബിക്ക് വലിയ അനുഗ്രഹം ചെയ്തു കൊടുത്തു എന്ന് വരുത്തി തീർക്കുന്ന ചോദ്യം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഇവ്വിഷേകമായി ചോദിക്കുന്നു. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. സൂറത്തുൽ ഫീൽ എന്ന് പറഞ്ഞ അധ്യായം. ഫീൽ എന്ന് പറഞ്ഞാൽ ആനയാണല്ലോ. അസ്ഹാബുൽ ഫീൽ, ആനക്കാർ. ആനക്കാരെ സംബന്ധിച്ച് ആ അധ്യായത്തിൽ പറഞ്ഞു. ആനക്കലഹ സംഭവം സൂചിപ്പിച്ചു. അതുകൊണ്ട് ആ സൂറക്ക്, അധ്യായത്തിന് സൂറത്തുൽ ഫീൽ എന്നാണ് പേര്. അതിൽ അല്ലാഹു തുടങ്ങിയത്, ആ സൂറ തുടങ്ങുന്നത് അലം തറ, നബിയെ നിങ്ങൾ കണ്ടിട്ടില്ലേ, കൈഫ ഫഅല, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ, കണ്ടിട്ടില്ലേ, അറിഞ്ഞിട്ടില്ലേ, നിങ്ങൾക്കറിയാം, അറിയില്ലേ, കൈഫ ഫഅല റബ്ബുക, അങ്ങയുടെ റബ്ബ് എന്താണ് ചെയ്തത്, ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ എന്താണ് അല്ലാഹു തആല ചെയ്തത്. ആനപ്പടയെ, ആനകളുമായി വന്ന ആ സൈന്യം, അബ്രഹത്തിന്റെ സൈന്യം, അവരെ അല്ലാഹു തആല എന്ത് ചെയ്തു എന്ന് അങ്ങ് കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ അങ്ങക്ക് അറിയില്ലേ? രണ്ടും അർത്ഥമുണ്ട്. അപ്പൊ ആ ചോദ്യം ഒരു ഗൗരവപ്പെടുത്തി, ആ വിഷയത്തെ ഗൗരവപ്പെടുത്തുന്ന ചോദ്യമാണ്. അല്ലെങ്കിൽ ആ സംഭവം അങ്ങക്ക് വലിയൊരു അനുഗ്രഹമാണ്, അള്ളാഹു ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ് എന്നാണ് ആ ചോദ്യത്തിന്റെ ലക്ഷ്യം. അതോടൊപ്പം ആ ചോദ്യത്തിൽ ഒരുപക്ഷെ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സംഭവത്തിന് സാക്ഷിയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ടിട്ടുണ്ട് ഈ സംഭവം നടക്കുമ്പോൾ എന്നതിന് ഒരു തെളിവ് ആവാൻ സാധ്യതയുണ്ട്. കാരണം അതാ പറയുന്നത്, ഐ റുയത ഇയാൻ, കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് രണ്ടർത്ഥം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലേ എന്നർത്ഥത്തിന് പറയാറുണ്ട്. അങ്ങനെയാവുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സംഭവത്തിന് സാക്ഷിയായിട്ടുണ്ട്, അതിന് മുമ്പ് പ്രസവിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വരും. ചിലപ്പോൾ അലം തറ എന്നുള്ള വാക്ക് നിനക്ക് അറിയോ എന്നർത്ഥത്തിന് പ്രയോഗിക്കാറുണ്ട്. അലം തറ അല്ല, നിനക്ക് അറിയോ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ, മറ്റുള്ളവർ പറഞ്ഞു കേട്ട് അറിഞ്ഞിട്ടുണ്ടോ എന്നർത്ഥമാവാൻ സാധ്യതയുണ്ട്. അവ ഇൽമിൻ ലറൂരിയിൻ, അല്ലെങ്കിൽ അങ്ങക്ക് വളരെ വ്യക്തമായ അനിഷേധ്യമായ ഇൽമില്ലയോ, കൽ അയ്യാൻ, കണ്ണുകൊണ്ട് കണ്ട അനുഭവം പോലത്തെ ഒരിക്കലും സംശയമില്ലാത്ത
അറിവ് ഇല്ലയോ അത് സംബന്ധമായി എങ്ങനെ എല്ലാവരും പറയുന്നു. നബിത്തങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ, അതിന് സാക്ഷിയായിട്ടില്ലെങ്കിൽ, അങ്ങനെ ഒരു ആനക്കലഹ സംഭവം നടന്നത് പറയാത്ത ഒരു വ്യക്തിയില്ല. അത് അവിതർക്കിതമായി മക്കക്കാരെല്ലാവരും സമ്മതിച്ച ഉദ്ധരിക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് അത് അങ്ങ് കണ്ടതുപോലെയായി, അല്ലെങ്കിൽ കണ്ടതുപോലെ അങ്ങക്ക് ഉറപ്പായ വിശ്വാസമുള്ള ഒരറിവായതുകൊണ്ട് അങ്ങനെ ചോദിച്ചതാണ് എന്നും പറയാം. ഫഖിതാബുഹു, അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംബോധന ചെയ്തത് ദല്ല അന്നഹു മിൻ ഇർഹാസ്വാതിഹി. ഏതായാലും ഈ സംബോധനയിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലായി, ഈ സംഭവം നബിത്തങ്ങളോട് അല്ലാഹു തആല അങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞ് ചോദിച്ചല്ലോ, അതുകൊണ്ട് ഇത് നബിത്തങ്ങളുടെ ഇർഹാസ്വാത്ത് എന്ന് പറയും. പ്രവാചകത്വ പ്രഖ്യാപനത്തിന്റെ മുമ്പ് നടക്കുന്ന അത്ഭുത സിദ്ധികൾക്ക് അല്ലാഹു തആല പറയുന്നുണ്ട്. കാരണം അതാണല്ലോ ഈ ചോദ്യത്തിന്റെ അർത്ഥം. അപ്പൊ നബിത്തങ്ങൾ അന്ന് പ്രസവിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് പ്രസവിക്കപ്പെടുന്നു, അതിന്റെ ഒരു മുന്നോടിയായി അതിനെ പരിഗണിച്ചുകൊണ്ടാണ് ആ സംഭവം അല്ലാഹു തആല അവരെ സൈന്യങ്ങളെ അല്ലാഹു തആല പരാജയപ്പെടുത്തിയത് എന്ന് ഈ ഒരു സൂക്തത്തിൽ നിന്നും എല്ലാവർക്കും ഗ്രഹിക്കാവുന്നതാണ്. വകറാമത്തി റബ്ബിഹിൽ ഹന്നാൻ, കൃപാലുവായ അല്ലാഹുവിന്റെ, കൃപാലുവായ നാഥനായ അല്ലാഹു അവന്റെ ബഹുമാനവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ ബഹുമാനവുമാണ്, ആദരവുമാണ് കഅബാലയം പൊളിക്കാൻ വന്ന ആ സൈന്യത്തെ തുരത്തി അവരെ പരാജയപ്പെടുത്തി എന്ന് പറയുന്നത്. ഇനിയൊരു കവിതയാണ്. സ്വലാത്തും വ തസ്ലീമും വ അസ്കാ തഹിയതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി മലദി റസൂലല്ലാഹി യാ അക്മലൽ വറാ وأفضلهم أنت الشفيع الموقر وأكرم عند الله من كل خلقه فيا لك من جاه عظيم يقدر ملاذي رسول الله എൻ്റെ അഭയകേന്ദ്രമായ നബിയെ, റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരായ എൻ്റെ അഭയകേന്ദ്രമേ, യാ അക്മലൽ വറാ, സൃഷ്ടികളിൽ ഏറ്റവും സമുന്നതരായ, സൃഷ്ടികളിൽ പരമോന്നതരായ നബിയെ, സൃഷ്ടികളിൽ പരമോന്നതരാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅഫ്ളലഹും, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണല്ലോ മൗലിദുൽ ഹുസ്നൈനിയുടെ പ്രമേയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ പരമോന്നതർ, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ സമ്പൂർണർ എന്നതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സമർത്ഥനമാണ് മൗലിദുൽ ഹുസ്നൈൻ. എല്ലാ രൂപത്തിലും ഏതെല്ലാം വൈശിഷ്ട്യങ്ങളുണ്ടോ, ഒരു വ്യക്തി പൂർണ്ണൻ എന്ന് പറയാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ആ എല്ലാ കാര്യങ്ങളെയും പരിഗണിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരമോന്നതരാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് സമ്പൂർണരാണ്. ഹബീബിനേക്കാൾ ഔന്നിത്യമുള്ള, പൂർണ്ണതയുള്ള, ശ്രേഷ്ഠതയുള്ള എന്തെങ്കിലും ഒരു മഹിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇല്ലാത്തത് ഉള്ള ഒരു സൃഷ്ടി അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഇല്ല. മലക്കുമില്ല, മനുഷ്യനുമില്ല, ഭൂതവുമില്ല, ഒന്നുമില്ല.
അതാണ് മൗലിദുൽ ഹുസ്നൈനിയുടെ ആദ്യ മുതൽ അവസാനം വരെ സമർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട ആശയം. അന്ത ഷഫീഉൽ മുവഖ്ഖറു, അതുകൊണ്ട് തന്നെ നബിയെ അങ്ങാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയരായ ശുപാർശകർ. അല്ലാഹു തആലയുടെ മുന്നിൽ എല്ലാ അംബിയ മുർസലീങ്ങളും സർവ്വ സൃഷ്ടികളും മലക്കുകൾ അടക്കമുള്ള എല്ലാവരും ഭയവിഹ്വലരായി ശഫാഅത്ത് ചെയ്യാൻ, ശുപാർശ ചെയ്യാൻ ധൈര്യപ്പെടാതെ നഫ്സി നഫ്സി, എന്റെ സ്വന്തം കാര്യമേ എന്ന് പറഞ്ഞു നിൽക്കുന്ന സന്ദർഭം, അനലഹ, ഞാനാണ് ഇന്ന് ശുപാർശ ചെയ്യാൻ അധികാരമുള്ളവൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അർശിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന സന്ദർഭം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമുള്ള ഒരു സ്ഥാനമാണ്. അതാണ് അഷ്ശഫീഉൽ മുവഖ്ഖറു. സർവാധരണീയരായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ ഷഫീആണ്. അല്ലാഹുവിന്റെ മുന്നിൽ ശുപാർശ ചെയ്യാൻ അധികാരമുള്ളവരാണ്. അങ്ങനത്തെ നബിയെ വഅക്റമു ഇൻദല്ലാഹി മിൻ കുല്ലി ഖൽഖിഹി, മാത്രമല്ല വഅക്റമു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയരായ നബിയെ, ബഹുമാന്യരായ നബിയെ, മിൻ കുല്ലി ഖൽഖിഹി, അല്ലാഹുവിന്റെ എല്ലാ സൃഷ്ടികളെക്കാളും ആദരണീയരായ നബിയെ, ബഹുമാന്യരായ നബിയെ അല്ലാഹു ഏറ്റവും ആദരിച്ച ആള് അത് മുത്തുനബിയ. ചിലരൊക്കെ വിചാരിച്ചു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഏറ്റവും അല്ലാഹുവിന്റെ അടുക്കൽ ആദരണീയരായവർ. അത് തെറ്റാണ്. ചില കിതാബുകളിൽ വരെ അങ്ങനെ ചിലതെല്ലാം കാണാം. അത് വളരെ ബലഹീനമായ അഭിപ്രായമാണ്. ചില ഹദീസിൽ അങ്ങനെ ഉണ്ട് എന്ന് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഹദീസ് ബലപ്പെട്ട ഹദീസല്ല, അത് തള്ളപ്പെടേണ്ട ഹദീസാണ്. ഒരിക്കലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാന്റെ ഹബീബിന് കിട്ടാത്ത ഒരു മഖാം, ഒരു സ്ഥാനം അള്ളാഹുവിന്റെ അടുക്കലില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹുവിന്റെ ഹബീബിന് അറിയാത്ത ഒരു ഇൽമും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകപ്പെട്ടിട്ടില്ല, കിട്ടിയിട്ടില്ല, കിട്ടുകയുമില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. അങ്ങനെ ഉണ്ട് എന്ന് ചിലരൊക്കെ പറഞ്ഞത് ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അതാണ് വഅക്റമു ഇൻദല്ലാഹി മിൻ കുല്ലി ഖൽഖിഹി. ഏത് പണ്ഡിതന് പറഞ്ഞാലും ഏത് കിതാബിൽ കണ്ടാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ സ്ഥാനം, മഹിമ, അറിവ്, മഖാമ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും ഒരു നബിക്കോ ഒരു മലക്കിനോ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുള്ള ഹദീസ് കേട്ടാൽ ഒന്നുകിൽ ആ ഹദീസ് ബലഹീനമാണ്, ശരിയല്ല എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആ ഹദീസിന്റെ വിവക്ഷ അതിന്റെ പ്രത്യക്ഷം തോന്നിപ്പിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കണം. അതാണ് മൗലിദുൽ ഹുസ്നൈനി ആദ്യാന്ത്യം വായിച്ചാൽ മനസ്സിലാകുന്ന പരമമായ നഗ്നമായ സത്യം. അതുകൊണ്ട് പണ്ഡിതന്മാർ മൗലിദുൽ ഹുസ്നൈനിയുടെ പ്രമേയം ആദ്യം മുതൽ അവസാനം വരെ അറബി അറിയുന്നവർ വായിച്ച് മനസ്സിലാക്കണം.
എന്നാൽ ആ പരമമായ സത്യം നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഫയാലക മിൻ ജാഹിൻ അളീമൻ യുഖദ്ദറു. അതാണ് അല്ലാഹുവിൻ്റെ ആരിഫീങ്ങളിൽപ്പെട്ട മുഹഖ്ഖീങ്ങളായ ആരിഫീങ്ങൾ, വലിയ തഹ്ഖീഖുള്ള ആരിഫീങ്ങൾ. അള്ളാഹുവിൻ്റെ ഹബീബിനെ കുറിച്ച് കൂടുതൽ മാരിഫത്ത് കിട്ടിയ ആരിഫീങ്ങളുണ്ട്. ആരിഫീങ്ങൾ എല്ലാവരും മാരിഫത്തിൽ ഒരുപോലെയല്ല. അള്ളാഹുവിനെ കുറിച്ച് കിട്ടിയ മാരിഫത്തിൽ ഒരുപോലെയല്ല ആരിഫീങ്ങൾ. അതുപോലെ അള്ളാഹുവിൻ്റെ ഹബീബിനെ കുറിച്ച് കിട്ടിയ മാരിഫത്തിലും ആരിഫീങ്ങൾ ഒരുപോലെയല്ല. അതിൽ അവരിൽ ഏറ്റ വ്യത്യാസമുണ്ട്. അതിൽ വലിയ തഹ്ഖീഖ് കിട്ടിയ മഹാന്മാരുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള മാരിഫത്തിലും ഹബീബിനെ കുറിച്ചുള്ള മാരിഫത്തിലും തഹ്ഖീഖ് കിട്ടിയ ആരിഫീങ്ങളുണ്ട്. തഹ്ഖീഖ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തഹ്ഖീഖ് എന്ന് പറഞ്ഞാൽ നൈപുണ്യം, ആഴത്തിലുള്ള മാരിഫത്ത്. അങ്ങനത്തെ ആഴത്തിലുള്ള മാരിഫത്ത് കിട്ടിയ മഹാന്മാർ പറഞ്ഞത് നാം മൗലിദുൽ ഹുസ്നൈനിൽ പറഞ്ഞ പ്രമേയമാണ്. അവരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഹബീബിനെ കുറിച്ചുള്ള മാരിഫത്തിൽ വലിയ പ്രാഗൽഭ്യം ലഭിച്ച മഹാനാണ് ആ കാലഘട്ടത്തിലെ ഗൗസായിരുന്ന അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു. അവർ ഹബീബിൻ്റെ ഇഷ്കിൽ വളർന്ന് ആ ഹബീബിൻ്റെ ഇഷ്കിലൂടെ ഹബീബിൻ്റെ കൂടെ കൂടി അള്ളാഹുവിൻ്റെ മാരിഫത്ത് കൈവരിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ്. ഫയാലക മിൻ ജാഹിൻ അളീമൻ യുഖദ്ദറു. ഫയാലക മിൻ ജാഹിൻ, ഓ നബിയെ, ലക മിൻ ജാ, അങ്ങക്ക് എന്താണ് അങ്ങയുടെ സ്ഥാനം? എത്രയാണ് അങ്ങയുടെ സ്ഥാനം? അളീമൻ യുഖദ്ദറു, അത് അങ്ങയുടെ സ്ഥാനം വലിയ സ്ഥാനമായി മനസ്സിലാക്കപ്പെടുന്നു, വലിയ മഹത്വമായി അങ്ങയുടെ സ്ഥാനത്തെ കണക്കാക്കപ്പെടുന്നു. ലഖദ് ഹുസ്ത ഫളുൽ അർളി സുമ്മ സമാഇഹാ ഫലൽ മിസ്ലു ഔ മിസ്ലുൽ ലി മിസ്ലിക യുബ്സറു. ലഖദ് ഹുസ്ത ഫളുൽ അർളി, നബിയെ അങ്ങ് കൈവരിച്ചിരിക്കുന്നു ഫളുൽ അർളി, ഭൂമിയിലെ സ്ഥാനമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള ആളുകൾ. ആരൊക്കെയാ ഭൂമിയിലുള്ളത്? അള്ളാഹിന്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനികളൊക്കെ ഭൂമിയിലാണുള്ളത്, ആകാശത്തല്ല. കാരണം അംബിയാ മുർസലീങ്ങൾ ഭൂമിയിലാണുള്ളത്. അംബിയാ മുർസലീങ്ങളെ പടച്ചത് ആകാശത്തിന്റെ ഒരു കഷ്ണം കൊണ്ടല്ല, ആകാശത്തിന്റെ ഒരു പൊട്ടിയെടുത്ത് ഉണ്ടാക്കിയതല്ല അംബിയാ മുർസലീങ്ങൾ. മറിച്ച് അംബിയാ മുർസലീങ്ങൾ പടക്കപ്പെട്ടത് ഭൂമിയുടെ അംശം കൊണ്ട്, ഭൂമിയുടെ ഒരു പാർട്ട് എടുത്തിട്ടാണ് അംബിയാ മുർസലീങ്ങൾ പടക്കപ്പെട്ടത്. എല്ലാവരും മണ്ണുകൊണ്ട് പഠിച്ചതാണ്. അപ്പോ അംബിയാ മുർസലീങ്ങളെ ശരീരത്തിന്റെ മൂലകം ഭൂമിയാണ്. ഭൂമിക്ക് വലിയ സ്ഥാനമുണ്ട്. ആകാശത്തിനേക്കാൾ സ്ഥാനം ഭൂമിക്കുണ്ട്. ഒറ്റ പ്രവാചകന്മാര് ആകാശം കൊണ്ട് പഠിച്ചിട്ടില്ല, ആകാശത്തിന്റെ ഒരു പാർട്ട് കൊണ്ട് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഭൂമിക്ക് വലിയ സ്ഥാനമുണ്ട്. മാത്രല്ല ഈ അംബിയാ മുർസലീങ്ങൾ അവരുടെ ജീവിതകാലം മുഴുവനും, അവരുടെ ശരീരത്തിന്റെ ജീവിതകാലം മുഴുവനും അവർ ആരാധിച്ചത് ഭൂമിയിൽ വെച്ചിട്ട് ആരാധിച്ചത്. മാത്രമല്ല അവരിപ്പോഴും വസിക്കുന്നതും അവരുടെ ഖബറുകൾ ഭൂമിയിലാണ്. അതുകൊണ്ട് ഭൂമിക്കാണ് ആകാശത്തേക്കാൾ സ്ഥാനം, അത് വേറൊരു വിഷയം. ഭൂമിയിൽ വലിയ സ്ഥാനമാനങ്ങളുള്ള മഹാന്മാരുണ്ട്, അംബിയാ മുർസലീങ്ങളുണ്ട്. ഭൂമിയിൽ സദാ വസിക്കുന്ന മലക്കുകളുണ്ട്. അവർക്ക് ബഹിരാകാശത്തേക്കോ
സാക്ഷാൽ ആകാശത്തേക്കോ അതിൻ്റെ മുകളിലേക്കോ ഒന്നും പോവാൻ അധികാരമില്ല. എപ്പോഴും ഭൂമിയിൽ നിലയുറപ്പിക്കുന്ന, ഭൂമിയിൽ നിൽക്കേണ്ട, താമസിക്കാനായിട്ട് അള്ളാഹു തആല പഠിച്ചു വെച്ച മലക്കുകളുണ്ട്. അവർക്കും സ്ഥാനമുണ്ട്, സാധാരണ മനുഷ്യന്മാരെക്കാൾ സ്ഥാനമുണ്ട്. പിന്നെ ധാരാളം ഔലിയ ഉണ്ട്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ പല ഉന്നതരുമുണ്ട്. പിന്നെ ബാഹ്യമായ സ്ഥാനമഹിമകളുള്ള രാജാക്കന്മാർ ഭൂമിയിലുണ്ട്. ഇങ്ങനെ എന്തെല്ലാം സ്ഥാനമാനങ്ങൾ ഭൂമിക്കാർക്കുണ്ടോ ആ സ്ഥാനമാനങ്ങളെല്ലാം അള്ളാന്റെ ഹബീബിനിക്കുണ്ട്. അപ്പൊ ഭൂമിയിലെ സ്ഥാനമാനങ്ങളെ അങ്ങ് ഒരുമിച്ച് കൂട്ടി കൈവരിച്ചു, സമ്പാദിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നബിയെ ഭൂമിയിലുള്ള എല്ലാ സ്ഥാനമാനങ്ങളുള്ള എല്ലാവരുടെയും സ്ഥാനമാനങ്ങൾ അങ്ങയിലുണ്ട്. സുമ്മ സമാഇഹ, പിന്നെ ഭൂമിയുടെ ആകാശം, ഭൂമിക്ക് വേണ്ടി ആകാശം ഉണ്ടാക്കിയത്. ഭൂമി ഉണ്ടായ ശേഷമാണ് ആകാശം ഉണ്ടായത്. അതുകൊണ്ടാണ് ഭൂമിയുടെ ആകാശം എന്ന് പറയുന്നത്. അപ്പോ ഭൂമിയുടെ ആകാശം, ആ ആകാശത്തുള്ള സ്ഥാനവും അങ്ങ് ഒരുമിച്ച് കൂട്ടി. അതെന്താ? അത് ഭൂമിയിലേക്ക് എല്ലാവരും വരുന്നതിന് മുമ്പ് സയ്യിദന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്ത് വെച്ച് ആരാധിച്ചിരുന്നു അല്ലാഹു തആലാക്ക്. ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നതിന്റെ മുമ്പ് തന്നെ വാനലോകത്ത് വെച്ച് അള്ളാഹിന്റെ ഹബീബ് അള്ളാഹുവിന് ഇബാദത്ത് എടുത്തിട്ടുണ്ട്, ആരാധന നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടും പലതുകൊണ്ടും ആകാശത്ത് ആരും നബിത്തങ്ങൾക്ക് ലഭിക്കാത്ത ഒരു സ്ഥാനമുള്ള ആളുകളില്ല. ആകാശത്തുള്ള സ്ഥാനം, ഏതൊക്കെ സ്ഥാനക്കാർ ആകാശത്തുണ്ടോ ആ സ്ഥാനമൊക്കെ അള്ളാഹുവിന്റെ ഹബീബ് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി. ഫലൽ മിസ്ലു ഔ മിസ്ലുൽ ലിമിസ്ലിക യുബ്സറു. ഫലൽ മിസ്ലു, അതുകൊണ്ട് അങ്ങയെപ്പോലാത്ത ഒരാള് അങ്ങക്കൊരു തുല്യൻ, ഔ മിസ്ലുൽ ലിമിസ്ലിക, അല്ലെങ്കിൽ അങ്ങക്ക് തുല്യനുണ്ട് എന്ന് സങ്കല്പിക്കാം. അങ്ങക്ക് തുല്യനില്ല, അങ്ങക്കൊരു തുല്യൻ കാണപ്പെടൂല. ഇല്ല, ഉണ്ടെങ്കിലല്ല കാണുക. ഫലൽ മിസ്ലു യുബ്സറു, അങ്ങക്കൊരു തുല്യനെ കാണാൻ സാധിക്കില്ല. ഔ മിസ്ലുൽ ലിമിസ്ലിക, അല്ലെങ്കിൽ അങ്ങക്കൊരു തുല്യനുണ്ട് എന്ന് ഞാൻ സങ്കല്പിക്കുകയാണെങ്കിൽ ആ സാങ്കല്പികമായ തുല്യന് ഒരു തുല്യൻ ഒരിക്കലും ഇല്ല. അപ്പൊ അങ്ങക്ക് തുല്യനുമില്ല, തുല്യനെ പോലത്തൊരു തുല്യനുമില്ല, തീരെ അങ്ങക്ക് തുല്യന്മാരില്ല. എന്താണ് അതിന്റെ അർത്ഥം? ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹിനെ പറ്റി അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹിനെ പോലെ ഒന്നുമില്ല എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അതിന് വേറെയും അർത്ഥങ്ങളുണ്ട്. ആരിഫീങ്ങൾ വേറെയും അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വഅൻതല്ലദി സബ്അത്തു ബഖറഖീതഹ വമിൻ ഹറമിൻ ലിൽ ഖുദ്സി അസ്റൈത തബ്ദുറൂ. വഅൻതല്ലദി സബ്അത്തു ബഖറഖീതഹ, നബിയെ അങ്ങല്ലേ 7 ആകാശങ്ങളെ കയറിപ്പോയവർ എന്ന്. ആകാശങ്ങളൊക്കെ പടക്കുന്നതിന് മുമ്പ് ആകാശത്തിന്റെ മുകളിൽ അള്ളാഹിന്റെ ഹബീബ് ഉണ്ടായിരുന്നു. പക്ഷെ അത് അള്ളാഹിന്റെ ഹബീബിന്റെ ശരീരമല്ല, അത് ആത്മാവായിരുന്നു. എന്നാൽ രക്തത്തോടെയും മജ്ജയോടും കൂടെയുള്ള ശരീരമായിരുന്നില്ല ആകാശത്തുണ്ടായിരുന്നത്. ആകാശത്തുണ്ടായിരുന്നത് റൂഹ്, ആത്മാവ്. എന്നാൽ ഭൂമിയിൽ അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തോട് കൂടെ വന്നപ്പോൾ അതിന് ശേഷം അള്ളാഹിന്റെ ഹബീബ് 7 ആകാശങ്ങളെ കയറി സിദ്റത്തുൽ മുൻതഹയിലെത്തി. അവിടുന്ന് അർശിലേക്കും പല ഭാഗങ്ങളിലേക്കും പോയി. ആ ഒരു അനുഭവം
അള്ളാഹുവിൻ്റെ ഹബീബല്ലാതെ വേറൊറ്റ സൃഷ്ടിക്കും ഉണ്ടായിട്ടില്ല. മറ്റുള്ള അമ്പിയാക്കന്മാരോ ഔലിയാക്കന്മാരൊക്കെ 7 ആകാശം അതിൻ്റെ മുകളിലൊക്കെ പോകുന്നുണ്ടെങ്കിലും പക്ഷെ അത് ശാരീരികമായ പോക്കല്ല. അവരുടെ ശരീരം ഭൂമിയിൽ തന്നെ ഉണ്ടാവും. അതോടൊപ്പം അവർക്ക് അവരുടെ റൂഹ് അങ്ങനെ കയ്യിലൊക്കെ പോകും. ഈ ഭൂമിയിൽ കാണപ്പെടുന്ന ശരീരം പോലത്തൊരു രൂപത്തോടു കൂടെ റൂഹ് രൂപമുണ്ടാവും. ഭൂമിയിലുള്ള അതേപോലത്തെ രൂപമുണ്ടാവും. ആ രൂപത്തോടു കൂടെ റൂഹ് അതിലൊക്കെ പോകും. ഭൂമിയിൽ നടക്കുന്നതും അവിടെ നടക്കുന്നതും ഒരേ സമയത്ത് അവർക്ക് അറിയാനും കഴിയും. അങ്ങനെയൊക്കെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാത്തവർക്കുണ്ടായ അനുഭവം. മുത്തുനബിന്റെ അനുഭവം അതല്ല. ശരീരം തന്നെ, നേരെ ശരീരം തന്നെ. മുത്തുനബി മക്കയിൽ നിന്ന് ഉഹദ് മലയിലേക്ക് പോകുന്നത് പോലെ, ബദറിലേക്ക് പോയതുപോലെ അതേ ശരീരത്തോടുകൂടെ അതേ പോക്ക് അർശിലേക്ക് വരെ 7 ആകാശങ്ങളിലേക്കൊക്കെ പോയി. അതാ പറയുന്നത്, അങ്ങ് 7 ആകാശങ്ങളെ കയറിപ്പോയില്ലയോ? വമിൻ ഹറമിൻ ലിൽ ഖുദ്സി അസ്റൈത തബ്ദുറു. വമിൻ ഹറമിൻ, അതുപോലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ലിൽ ഖുദ്സി മസ്ജിദുൽ അഖ്സയിലേക്ക്, ലിൽ ഖുദ്സി ഖുദ്സിലേക്ക്, മസ്ജിദുൽ അഖ്സയിലേക്ക് അസ്റൈത അങ്ങ് രാപ്രയാണം നടത്തി, തബ്ദുറു വളരെ ഹൈ സ്പീഡിലായിക്കൊണ്ട്. കണ്ണെത്തുന്ന സ്ഥലത്തായിരുന്നു ബുറാക്ക് എന്ന വാഹനം. ഒരു കാൽ വെച്ച് അടുത്ത കാലടി വെക്കണമെങ്കിൽ കണ്ണെത്തുന്ന ദൂരം, അത്രയും ദൂരത്താണ് രണ്ടാമത്തെ കാൽപാദം വെക്കുക. അങ്ങനെ അത്രയും സ്പീഡിൽ മക്കയിൽ നിന്ന്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന ആ ലോകത്ത് 3-ാം സ്ഥാനമുള്ള ആ പള്ളി, അങ്ങോട്ട് അള്ളാഹുവിന്റെ ഹബീബ് ഇസ്രാഇന്റെ രാത്രി, മിഅ്റാജിന്റെ രാത്രി പോയി. തദല്ലൈത, അതിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. തദല്ലൈത തദ്നു സുമ്മ നാജൈത റബ്ബനാ വഫീ ഖാബി ഖൗസൈനിൽ തിഖാഉക തുഖ്ബറൂ. തദല്ലൈത, നബിയെ അങ്ങ് അടുത്തുപോയി, അടുത്തുകൊണ്ടേയിരുന്നു. തദല്ലൈത, അങ്ങ് തദല്ലൈത തദ്നു, നബിയെ അങ്ങ് ഒരു കയറിൽ തൂങ്ങുന്നത് പോലെ അടുത്തു പോയി, മുകളിലോട്ട് ഒരു കയറിൽ തൂങ്ങുന്നത് പോലെ, കയറിൽ തൂങ്ങിപ്പിടിക്കുന്ന ലാഘവത്തോടുകൂടെ അങ്ങ് 7 ആകാശങ്ങളും അതിൻ്റെ അപ്പുറത്തേക്ക്, അങ്ങ് എത്രയോ അപ്പുറത്തേക്ക്, അർശിന്റെയും അപ്പുറത്തേക്ക് അങ്ങ് അടുത്തുപോയി. സുമ്മനാജൈത റബ്ബന, അങ്ങനെ നമ്മുടെ നാഥനായ അള്ളാഹുവിനോട് നബിയെ അങ്ങ് സംഭാഷണം നടത്തിയില്ലയോ, മുനാജാത്ത് നടത്തിയില്ലയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിന്റെയും അർശിന്റെ ഒക്കെ മുകളിലായതുകൊണ്ടല്ല അങ്ങോട്ട് പോയി അവിടെ വെച്ച് അള്ളാഹുവിനെ കണ്ട് അള്ളാഹുവിനോട് അഭിമുഖം നടത്തിയത്. പിന്നെന്തുകൊണ്ടാ? അള്ളാഹു സ്ഥലമില്ല, അള്ളാഹുവിന് ഇരിക്കേണ്ട ആവശ്യവുമില്ല. അള്ളാഹു അർശിന്റെ മുകൾ ഭാഗത്ത് ആയതുകൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു സ്ഥലം വേണം. ശരീരം ഉള്ള ആളായതുകൊണ്ട് ശരീരത്തിനൊരു സ്ഥലം വേണം. ഒരു സ്ഥലമല്ലെങ്കിൽ മറ്റൊരു സ്ഥലം വേണം. അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനൊരു സ്ഥലം ആവശ്യമായതുകൊണ്ട് അള്ളാഹുവിനെ കാണാൻ വേണ്ടി നേർക്കുനേർ മുഖത്തുള്ള കണ്ണുകൊണ്ട് ദർശിക്കാൻ വേണ്ടി അതിന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് നിൽക്കണമല്ലോ. ആ സ്ഥലം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരിക്കാൻ അള്ളാഹു തീരുമാനിച്ചു. ആ സ്ഥലം ഏതാ? അത് അർശിന്റെ മുകളിലാണ്, അർശിന്റെ എത്രയോ മുകളിൽ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹിന്റെ ഹബീബും സംഗമിക്കുന്ന സംഘമല്ല ഏറ്റവും വലിയ ഉച്ചകോടി? അതിലും വലിയ ഉച്ചകോടി ഉണ്ടോ? അല്ലെങ്കിൽ അള്ളാഹിന്റെ ഹബീബ് പോയത് എങ്ങോട്ടാ? അതാണ് ഏറ്റവും വലിയ ഉച്ചകോടി, അള്ളാഹിന്റെ ഹബീബ് പോയ ആ സ്ഥലം. എന്തുകൊണ്ട്? അത് ഈ പ്രപഞ്ചത്തിന്റെ എൻഡാണ്, പ്രപഞ്ചത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ എൻഡിങ് പോയിന്റ്. അവിടെയാണ് അള്ളാഹിന്റെ ഹബീബ് പോയത്. അവിടെ നിന്ന് അങ്ങോട്ട് ഇനി പ്രപഞ്ചം ഇല്ല. അങ്ങോട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോയിട്ടില്ല. അവിടേക്ക് എത്രയോ മലായികത്ത് പോയിട്ടില്ല. അള്ളാഹിന്റെ ഹബീബിന് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ, അഡ്മിഷനുള്ളൂ. വേറെ മലക്കൾക്കൊന്നും നബിത്തങ്ങളെ പോയ ആ പോയിന്റിലേക്ക് പ്രവേശനമില്ല. ഔലിയാക്കന്മാരൊക്കെ അതിൻ്റെ അടുത്തേക്കൊക്കെ പോയെങ്കിലും ആ പോയിന്റുകാർക്കും പ്രവേശനമില്ല. അപ്പോ കരിഞ്ഞു ആ പോയിന്റിലെത്തിയാൽ. ആ പോയിന്റിലാണ് ഖാബു കൗസൈൻ എന്ന് പേര്. ഖാബു കൗസൈൻ എന്ന് ആ പോയിന്റിനെ പറയാം. 2 അമ്പും വില്ലും, 2 വില്ലുകൾ എടുത്തിട്ട് പഴയ കാലത്ത് 2 ഗോത്രങ്ങൾ തമ്മിൽ സഖ്യത്തിൽ ഏർപ്പെടുമ്പോൾ നാം 2 വിഭാഗവും ഇവിടുന്ന് അങ്ങോട്ട് സഖ്യത്തിലാണ്. യുദ്ധത്തിലൊക്കെ ഏത് ശത്രുക്കളോട് ഏറ്റുമുട്ടുമ്പോൾ പരസ്പരം സഹായിക്കണം എന്നുള്ള തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ ആ തീരുമാനം വളരെ ദൃഢമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി 2 ഗോത്രക്കാരിലെ നേതാക്കന്മാര് അവരുടെ വില്ലിയെടുത്ത് അതിൻ്റെ ചരട് കെട്ടിയ ഭാഗം പരസ്പരം സ്പർശിപ്പിച്ച് ഇങ്ങനെ നിർത്തിയിട്ട് ആണ് ഈ കാര്യങ്ങൾ പറയുക. ഇതിനാണ് ഖാബു കൗസൈനി എന്ന് പറയും. 2 കൗസ് എന്ന് പറഞ്ഞാൽ വില്ല് എന്നർത്ഥം. 2 വില്ലുകൾ സംഗമിക്കുന്ന ആ പൊസിഷൻ, അത് 2 വില്ലുകൾ പരസ്പരം തട്ടി നിൽക്കുകയാണ്. ഇതുപോലെ അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവുമായി സംഭാഷണം നടത്തി. വളരെ അടുത്ത് അള്ളാഹു തആല ഹബീബിനോട് പെരുമാറി എന്നാണ്. അള്ളാഹ്ക്ക് സ്ഥലമല്ല, പക്ഷേ ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ 2 മുഹിബ്ബീങ്ങള്, 2 സ്നേഹികൾ പരസ്പരം അത്രയും അടുത്ത് കണ്ടുമുട്ടുമ്പോൾ എന്തെല്ലാം രഹസ്യങ്ങൾ സംസാരിക്കും, എന്തെല്ലാം വാത്സല്യത്തിലാണ് സംസാരിക്കുക. അതേ സ്നേഹത്തിലും വാത്സല്യത്തിലും അല്ലാഹു തആല മുത്തനബിയോട് സംസാരിച്ചു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ ഖാബു കൗസൈൻ എന്ന് പറഞ്ഞാൽ അത്. ആ ഖാബു കൗസൈനി എന്ന് പറഞ്ഞ അങ്ങോട്ട് ആരും പോയിട്ടില്ല. അതുവരെ അള്ളാഹിന്റെ ഹബീബ് എത്തി. ഫഫീ ഖാബി കൗസൈൻ, ഖാബു കൗസൈൻ എന്ന് പറഞ്ഞ സ്ഥാനത്താണ് ഇൽതിഖാഉക, അങ്ങ് സംഗമിച്ചത്. അതാണ് ഏറ്റവും വലിയ ഉച്ചകോടി. ആ ഉച്ചകോടിയിലേക്ക് ആരും പോയിട്ടില്ല. തുഖ്ബറു, അങ്ങ് അവിടെ സംഗമിച്ചപ്പോൾ അങ്ങയോട് പല വാർത്തകളും പല ന്യൂസുകളും അല്ലാഹു തആല സംസാരിച്ചിട്ടുണ്ട്. പല വാർത്തകളും അല്ലാഹു അങ്ങേക്ക് നൽകിയിട്ടുണ്ട്, ആർക്കും അറിയാത്ത വാർത്തകൾ. ഫൗഹാ ഇലാ അബ്ദിഹി മാ ഔഹാ എന്നാണ് അല്ലാഹ് അതിനെ പറ്റി പറഞ്ഞത്. എന്തൊക്കെയോ വിവരങ്ങൾ ഇന്ന് വരെ ആർക്കും അറിയിച്ചു കൊടുക്കാത്ത, പറഞ്ഞു കൊടുക്കാത്ത വിവരങ്ങൾ അല്ലാഹു തആല ആ രാത്രി അള്ളാഹിന്റെ ഹബീബിനോട് സംഭാഷണമായി രഹസ്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വഅബ്സർതഹു മാ ഫാസ തർഫും ബിമിസ്ലിഹി വഅൻ അയ്യി കൈഫിൻ ഖദ് തനസ്സഹ മുബ്സറു. വഅബ്സർതഹു, നബിയെ അങ്ങ് അല്ലാഹുവിനെ കണ്ടില്ലയോ? അങ്ങ് ആ ഉച്ചകോടിയിൽ നിൽക്കുമ്പോ അല്ലാഹുവിനെ കണ്ടല്ലോ. മാ ഫാസ തർഫും ബിമിസ്ലിഹി,
അതുപോലത്തെ കാഴ്ച ഒരൊറ്റ കണ്ണിനും കാണാൻ സാധിച്ചിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അതുപോലത്തെ ഒരു കാഴ്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാം കണ്ടിട്ടില്ല. ആദം നബി അലൈഹി സ്വലാം ശരീരത്തോടുകൂടെ ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ച മഹാനാണ്. പക്ഷേ ആദം നബി അലൈഹി സ്വലാം അങ്ങനെ അള്ളാഹുവിനെ കണ്ടിട്ടില്ല, ആർക്കും അള്ളാഹു തലത് കൊടുത്തിട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ സംസാരം തൂർ സീന പർവ്വതത്തിൽ വെച്ച് കേട്ടു, തൂറിൽ വെച്ച് കേട്ടു. പക്ഷേ തൂറിൽ വെച്ച് സംസാരം കേട്ടെങ്കിലും മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ എന്നോട് സംസാരിച്ചല്ലോ പഠിച്ചോനെ, എന്നൊന്ന് കാണുകൂടെ ചെയ്താല് വലിയ സന്തോഷേനു. റബ്ബി അരിനി അൻളുർ ഇലൈക, അന്നം ചോദിച്ചു കാണിച്ചു തരുമോന്ന്, ഒന്ന് കാണിച്ചുണ്ടാന്ന് പറഞ്ഞ്. പക്ഷേ അള്ളാഹു തആല പറഞ്ഞത് ലൻ തറനീ, മൂസാ നബിയെ അത് അങ്ങക്കുള്ള സ്ഥാനമല്ല, അങ്ങ് ഒരിക്കലും എന്നെ കാണൂല, ഒരിക്കലും കാണൂല, ഭൂമിയിൽ വെച്ച് കാണാൻ പറ്റൂല, ആ ഒരു കപ്പാസിറ്റി അങ്ങ് തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് റബ്ബി അരീനി എന്ന് പറഞ്ഞ അത് കാണിച്ചുണ്ടാകുന്ന കാഴ്ച ഏത് കാഴ്ചേന്? കണ്ണുകൊണ്ടുള്ള കാഴ്ച മൂസാ നബി ചോദിച്ചത്. മൂസാ നബിക്ക് ബസീറത്ത് കൊണ്ടുള്ള അകക്കാഴ്ച, ബസീറത്ത് കൊണ്ടുള്ള കാഴ്ച ഔലിയാക്കന്മാർക്കൊക്കെ കിട്ടുന്നതാണ്, അത് മൂസാ നബിക്കും കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അള്ളാഹുവിനെ കണ്ടാല് കാണാനുള്ള ആഗ്രഹം കൂടുക ചെയ്യുക, അള്ളാഹിനെ കണ്ടാലാണ് കൂടുതൽ ആഗ്രഹം കാണാനുണ്ടാവുക. നമുക്കുള്ള ഇപ്പൊ നമുക്കൊന്നും വലിയ അള്ളാഹിനെ ആഗ്രഹം ഇല്ലാതല്ല, ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും പ്രവർത്തിക്കണ്ടേ? അള്ളാഹിന്റെ ഔലിയാക്കന്മാർ അവരെല്ലാ ഇഷ്ടങ്ങളും ഒഴിവാക്കി അള്ളാഹിനെ കാണാൻ വേണ്ടി, കൽബുണ്ടെങ്കിലും അള്ളാഹിനെ കാണാൻ വേണ്ടി, റൂഹുകൊണ്ട് അള്ളാഹിനെ കാണാൻ വേണ്ടി, ദർശിക്കാൻ വേണ്ടി അവരെല്ലാം ത്യജിച്ച് അള്ളാഹുവിലേക്ക് സർവം അർപ്പിച്ച് അതിനായിട്ട് അവർ തുനിയാണ് അല്ലേ? അതുകൊണ്ട് അവര് അള്ളാഹുവിനെ ദുനിയാവിൽ വെച്ച് തന്നെ കാണുന്നു, അള്ളാഹിനെ ദർശനം കിട്ടിയവരാകുന്നു. പക്ഷെ അവർക്കാണ് ആ അള്ളാഹിനെ കണ്ടതുകൊണ്ട് ആഗ്രഹം, കാണാനുള്ള ആഗ്രഹം കുറഞ്ഞിക്കല്ല, അവർക്ക് കൂടുക ചെയ്യുക. അപ്പൊ എന്നതുപോലെ മൂസാ നബി അലൈഹി സ്വലാം കാണിച്ചുണ്ടാന്ന് പറഞ്ഞത് മൂസാ നബിക്ക് കൽബോണ്ടുള്ള കാഴ്ച കിട്ടാത്തതുകൊണ്ടല്ല, പിന്നെന്താ റൂഹ് കൊണ്ടുള്ള കാഴ്ച കിട്ടാത്തതുകൊണ്ടല്ല, അത് ശാരീരികമായ കാഴ്ച കിട്ടാൻ വേണ്ടിയാണ്. ആ കണ്ണ്, ശാരീരികമായ കണ്ണും കൂടെ ആ അനുഭൂതി അറിയാൻ വേണ്ടിയാണ് മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചത്. പക്ഷെ അത് അള്ളാഹു തആല ഒരൊറ്റ അടിമക്ക് മാത്രമേ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബിയാണ്. മാ ഫാസ തുർഫുൻ, ഒരു കണ്ണും വിജയിച്ചിട്ടില്ല, ബിമിസ്ലിഹി, അതുപോലത്തെ ദർശനം കൊണ്ട് വിജയിച്ചിട്ടില്ല. വഅൻ അയ്യി കൈഫിൻ ഖത്തനസ്സഹ മുബ്സറു, പക്ഷേ എല്ലാ വഅൻ അയ്യി കൈഫിൻ, എല്ലാ രൂപങ്ങളിൽ നിന്നും ഖത്തനസ്സഹ മുബ്സറു, അല്ലാഹു സയ്യിദുനാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ആ ദർശിച്ച അല്ലാഹു തആല ഹബീബ് ദർശിച്ച ആ ദർശനം അല്ലാഹു തആല പരിശുദ്ധനായിട്ടുണ്ട്. അള്ളാഹിന്റെ ഹബീബിനെ കണ്ടപ്പോ അല്ലാഹു തആലാക്ക് നാം വിചാരിക്കുന്ന ഒരു രൂപവും ഇല്ലാതെയാണ്, എല്ലാ രൂപങ്ങളിൽ നിന്നും പരിശുദ്ധനായിക്കൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കണ്ടത്. അതെങ്ങനെ നിനക്കറിയാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്കറിയാത്ത എന്തെല്ലാം ഉണ്ട്, നമുക്കറിയാത്ത എന്തെല്ലാം ഉണ്ട്. രൂപം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലേക്ക് വരുന്ന ആ മീനിങ് ഉണ്ടല്ലോ. ഇനി വേറെന്തോ ഒരു സാധനം അല്ലാഹു തആല പഠിച്ചാൽ ഇപ്പൊ നമുക്ക് അറിയില്ല, അതിന് സൂപ്പെന്ന് പറഞ്ഞു നോക്കുക. അങ്ങനെ ഒരു സാധനത്തിന് അല്ലാഹു പഠിച്ചാൽ അതും നമ്മൾ അറിയേണ്ടി വരും. അപ്പൊ നമ്മൾ അറിയാത്ത എന്തുകൊണ്ട് അതിനെ പഠിക്കാത്തതുകൊണ്ട്. അപ്പൊ അല്ലാഹു തആല സൂപ്പത്തിലാന്ന് മനസ്സിലായിക്കോ, രൂപത്തിലല്ല. അല്ലാഹു സൂപ്പത്തിലാണുള്ളത്. നാം മനസ്സിലാക്കുന്ന ഒരു രൂപത്തിലല്ല അല്ലാഹു തആല ഉള്ളത്. അങ്ങനെ അല്ലാതെ അല്ലാഹു തആല ഏറ്റവും നല്ല ഭംഗിയോടുകൂടെ, പൂർണ്ണ ഭംഗിയോടുകൂടെ
അല്ലാഹു തആലയെ കാണാൻ എല്ലാ മുഅ്മിനീങ്ങൾക്കും സ്വർഗ്ഗത്തിൽ നിന്ന് സാധിക്കും. അല്ലാഹു തആല നമുക്കതിന് ഭാഗ്യം നൽകട്ടെ. പക്ഷേ നാം വിചാരിക്കുന്ന ഒരു രൂപവും അല്ലാഹു തആലക്കില്ല. നാം വിചാരിക്കുന്ന കൈക്കാലുകളും ഒരവയവവും അല്ലാഹു തആലക്കില്ല. നദർത അജീബ السماوات كلها وعرشا وغيبا كان من فوق يذكر. നദർത നബിയെ അങ്ങ് നോക്കിക്കണ്ടില്ലയോ അജീബ السماوات ആകാശങ്ങളിലെ അത്ഭുതങ്ങള് കുല്ലഹ ആകാശങ്ങളിലെ സർവ്വ അത്ഭുതങ്ങളും അങ്ങ് നോക്കിക്കണ്ടില്ലയോ? ആകാശത്ത് അല്ലാഹു തആല ആകാശലോകങ്ങളിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ പടച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം മിഅ്റാജിന്റെ രാത്രി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. അർശൻ അർശിനെയും കണ്ടിട്ടുണ്ട്. അർശിനേക്കാൾ ഏറ്റവും വലിയ അർശ് മുത്തനബിയാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അർശുൽ അക്ബർ. പിന്നെണ്ടോ അർറഹ്മാനു അലൽ അർശി ഇസ്തവാന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന സാധാരണ ഉദ്ദേശിക്കപ്പെടാറുള്ള ആ അർശ്, ആ അർശിനെയും അല്ലാഹുവിന്റെ ഹബീബ് കണ്ടിട്ടുണ്ട്. ഗൈബൻ അർശിന്ന് വെക്കണ്ട, ഗൈബൻ എത്രയോ ഗൈബിന് അദൃശ്യങ്ങളെ അദൃശ്യ ലോകങ്ങളെ കണ്ടു. കാന മിൻ ഫൗഖു അർശിന്റെ മുകളിൽ ഉണ്ടായിരുന്ന അദൃശ്യ ലോകങ്ങൾ മിൻ ഫൗഖു യുദ്കറു അർശിന്റെ മുകളിലായി പറയപ്പെടുന്ന എത്രയോ ലോകങ്ങളുണ്ട്. നേരത്തെ നാം വിശദീകരിച്ചിട്ടുണ്ട്, 5-ാമത്തെ ഹിസ്ബിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ആ ലോകങ്ങളെ കുറിച്ച്. അതൊക്കെ കണ്ട് തസല്ലൈത മിൻ ഹാദാ السُّرَى وعروجه فرؤيات رب الناس مما تضجروا. തസല്ലൈത അല്ലാഹുവിന്റെ ഹബീബായ നബിയെ അങ്ങ് സന്തുഷ്ടനായി അങ്ങ് സമാധാനിച്ചു. മിൻ ഹാദാ السُّرَى ഈ രാപ്രയാണം കൊണ്ട് വഉറൂജിഹി അങ്ങ് ആകാശത്തേക്ക് കേറിപ്പോയ ഈ കേറിപ്പോകുന്ന യാത്ര കാരണത്താൽ അങ്ങക്ക് സന്തോഷമായി, അങ്ങക്ക് സമാധാനമായി, അങ്ങയെ അല്ലാഹു തആല സാന്ത്വനിപ്പിച്ചു. ഫറുയത്തി റബ്ബിന്നാസി അങ്ങനെ സർവ ജനങ്ങളുടെയും നാഥനായ അല്ലാഹു ആ അല്ലാഹുവിനെ ഇരു കണ്ണുകളാൽ കാണൽ കൊണ്ടും ദർശിക്കൽ കൊണ്ടും ദർശിച്ച കാരണത്താലും അങ്ങക്ക് സമാധാനമായി. മിമ്മാ തവജ്ജറൂ അങ്ങ് വളരെ ക്ലേശതയിൽ വിഷമത്തിലായിരുന്നു, മനപ്രയാസത്തിലായിരുന്നു. ആ മനപ്രയാസത്തിൽ നിന്ന് അങ്ങക്ക് സമാധാനമുണ്ടായി, സന്തോഷമുണ്ടായി. ഈ ഒരു യാത്ര കാരണത്താൽ എന്തായിരുന്നു ആ സമാധാനക്കേട്? എന്തായിരുന്നു അല്ലാഹുവിന്റെ ഹബീബിലേക്ക് ഉണ്ടായിരുന്ന മനപ്രയാസം? അത് നാം പലയിടങ്ങളിലായി മൗലിദുൽ ഹുസ്നൈനിയുടെ പല ഭാഗങ്ങളിലായി നാം വിശദീകരിച്ചിട്ടുണ്ട് മുൻ ക്ലാസ്സുകളിൽ. ഇസ്ലാമിന്റെ ആ പ്രബോധനത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബ് മക്കയിലായിരുന്ന സന്ദർഭങ്ങളിൽ ധാരാളം പീഡനങ്ങൾ വാക്കുകൊണ്ടും ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള വാക്കുകൊണ്ടും ശകാരം കൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ടും പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ പീഡനമായിരുന്നു അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ തന്നെ ഏറ്റവും ദുഷ്കരമായ പ്രയാസപ്പെട്ട അനുഭവമായിരുന്നു ത്വായിഫിൽ സംഭവിച്ച അനുഭവം. ത്വായിഫിലേക്ക് അവിടെ ഉണ്ടായിരുന്ന പുരോഹിതനായിരുന്ന അബ്ദുയാലീൽ എന്ന് പറഞ്ഞ ദിവ്യ വേദങ്ങളെല്ലാം വായിച്ച അനുഭവമുള്ള അബ്ദുയാലീൽ, ആ അബ്ദുയാലീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങോട്ട് പോയപ്പോൾ ഏറ്റവും വലിയ പീഡനമായിരുന്നു ആ അബ്ദുയാലീലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അബൂജഹൽ പോലും
നബി തങ്ങളുടെ ശത്രുവായിരുന്ന അബൂജഹല്, ഉത്ബത്ത്, ഷൈബത്ത്, അവര് പോലും ചെയ്യാത്ത അത്രയും വലിയ പീഡനമായിരുന്നു അബ്ദു യാലിൽ ചെയ്തത്. അള്ളാഹുവിൻ്റെ ഹബീബിനെ ചീത്ത വിളിക്കുകയും കല്ലുകളെ കൊണ്ട് ഹബീബിനെ എറിഞ്ഞ് വേദനിപ്പിക്കുകയും ബുദ്ധിയില്ലാത്ത കുട്ടികളെ ആ ജോലി ഏൽപ്പിക്കുകയും അങ്ങനെ ഏകദേശം അള്ളാഹുവിൻ്റെ ഹബീബ് മക്കയിലേക്ക് എത്തുന്നത് വരെ ത്വായിഫിൽ നിന്ന് എറിഞ്ഞുകൊണ്ട് ആ മക്കള് അള്ളാഹുവിൻ്റെ ഹബീബിനെ പിന്തുടർന്ന ഏറ്റവും ദയനീയമായ ആ അവസ്ഥ പിൻകാലത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് ആ ദയനീയമായ അവസ്ഥ ഓർക്കുമായിരുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ ഹബീബിനിക്ക് വളരെ മനപ്രയാസമുണ്ടായ സന്ദർഭം, ധാരാളം പ്രബോധന രംഗങ്ങളിൽ അള്ളാഹുവിൻ്റെ ഹബീബ് ഇടപെട്ടിട്ട് പോലും അള്ളാഹുവിൻ്റെ ഹബീബിനിക്ക് ദീനിലേക്ക്, സത്യമതത്തിലേക്ക്, തൗഹീദിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ കിട്ടാൻ പ്രയാസമായിരുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് ക്ഷീണിച്ചു പോയി. അള്ളാഹുവിൻ്റെ ഹബീബിനിക്ക് വൈമുഖ്യമുണ്ടായി, മനപ്രയാസമുണ്ടായി, ദുഃഖമുണ്ടായി. അന്നേരം അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹു സാന്ത്വനിപ്പിക്കാനായി ഈ വലിയൊരു കാഴ്ച കാണിച്ചു കൊടുത്തു. ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് ബുറാക്കിലൂടെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ബുറാക്കിന്റെ പുറത്തു പോയി. അവിടുന്ന് അങ്ങോട്ട് 7 ആകാശങ്ങളുടെ മീതെയുള്ള പല രഹസ്യങ്ങളും അത്ഭുതങ്ങളും കണ്ട് അവസാനം ഏതൊരു സൃഷ്ടിയുടെയും അനുഭൂതികളിൽ ഏറ്റവും വലിയ അനുഭൂതിയായ സന്തോഷകരമായ ഘട്ടമാണ് ഏകദൈവമായ അള്ളാഹുവിനെ ദർശിക്കൽ. ആ വലിയ സൗഭാഗ്യവും അള്ളാഹു തആല മുത്തുനബിക്ക് നൽകി. അതാണ് ഇസ്രാ മിഅ്റാജിന്റെ രഹസ്യം. ഇസ്രാ മിഅ്റാജിലുണ്ടായ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ പറഞ്ഞതാ. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഇസ്രാ മിഅ്റാജ്. വനുഖസിമു ബിർറഹ്മാനി അഅതാക മാ ബിഹി തനസ്സഹത അൻ മിഥ്ലിൻ ഫലശ്ശിർക നദ്കുറൂ. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ ഹബീബിനെ പുകഴ്ത്തി പറഞ്ഞാൽ അത് തീരൂല. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, നബിയെ ഞങ്ങൾ സത്യം വെച്ച് പറയുന്നു, ബിർറഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിനെ കൊണ്ട് ഞങ്ങൾ സത്യം വെച്ച് പറയുന്നു, അഅതാക, അള്ളാഹു അങ്ങക്ക് നൽകിയിട്ടുണ്ട്, മാ ബിഹി തനസ്സഹത അൻ മിസ്ലിൻ, അങ്ങക്ക് ഒരു തുല്യനില്ലാത്ത വിധം, തുല്യരിൽ നിന്ന് അങ്ങ് പരിശുദ്ധനാകുന്ന വിധം അങ്ങക്ക് സ്ഥാനമാനങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. സൃഷ്ടികളിൽ തുല്യനില്ല എന്നാ പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൃഷ്ടികളിൽ അതുപോലെ സ്ഥാനമുള്ള, മഹിമയുള്ള, അതുപോലെ അറിവുള്ള, വിജ്ഞാനമുള്ള ഒരു തുല്യൻ മുത്തുനബിക്ക് ഇല്ല. അപ്പോ മുത്തുനബി നിസ്തുല്യരായ പടപ്പാണ്. തനസ്സഹത അൻ മിസ്ലിൻ, തുല്യരിൽ നിന്ന് അങ്ങ് പരിശുദ്ധനാകുന്ന വിധം അങ്ങക്ക് അല്ലാഹു തആല സ്ഥാനമാനങ്ങൾ നൽകി എന്നുള്ള കാര്യം ഞങ്ങൾ സത്യം വെച്ച് പറയട്ടെ. ഇത് ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് ഫലശ്ശിർക നദ്കുറൂ, ഞങ്ങൾ ഈ പറയുന്നത് ശിർക്കല്ല, ഞങ്ങൾ ഈ പറയുന്നത് ഫലശ്ശിർക നദ്കുറൂ, ഞങ്ങൾ ഷിർക്കിനെ പറയുകയല്ല, അള്ളാഹുവിനോട് പങ്കു ചേർക്കുക എന്ന വിശ്വാസമല്ല പറയുന്നത്, അള്ളാഹുവിന് പങ്കുകാരുണ്ടെന്നതല്ല പറയുന്നത്, അവിശ്വാസമല്ല പറയുന്നത്, കുഫറല്ല പറയുന്നത്. പറഞ്ഞതിൻ്റെ അർത്ഥം
അള്ളാഹുവിന് യാതൊരു ശിർക്കുമില്ല, അള്ളാഹുവിന് യാതൊരു പങ്കുകാരുമില്ല. പക്ഷേ അള്ളാഹു താല അള്ളാഹുവിന് യാതൊരു പങ്കുകാരും സൃഷ്ടികളില്ല. മുത്തുനബിയും അള്ളാഹുവിന്റെ പങ്കുകാരനല്ല, തുല്യനല്ല. എന്നതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാവുന്ന സൃഷ്ടിയെ അള്ളാഹു താല മറ്റൊരു പങ്കുകാരൻ, മറ്റൊരു തുല്യൻ മുത്തുനബിയെ പോലാത്തത് ഇല്ലാത്ത വിധം അള്ളാഹു താല മുത്തുനബിയെ പടച്ചു എന്നാ പറയുന്നത്. അള്ളാഹു താല നമുക്കൊക്കെ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭംഗി മനസ്സിലാക്കാനുള്ള മാരിഫത്തും ആ മുത്തുനബിയെ ആ ഭംഗിയോടെ കാണാൻ സ്വപ്നത്തിലും ഉണർവിയിലും ദുനിയാവിൽ വെച്ചും ഖബറിൽ വെച്ചും മഹ്ശറിൽ വെച്ചും സ്വർഗത്തിൽ വെച്ചും കാണാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.